ഉരുളക്കിഴങ്ങും തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് മുട്ടയൊക്കെ ഇട്ടിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഈ സെയിം വീഡിയോ ഞാൻ ഇതിനു മുമ്പും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-3.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് എൻ്റെ ഏറ്റവും ആദ്യത്തെ റെസിപ്പി ആയിരുന്നു ഇത്. ഞാൻ എൻ്റെ ഏറ്റവും ആദ്യത്തെ ചില വീഡിയോസുകളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ചില വീഡിയോസുകളൊന്നും ഒട്ടും ക്ലിയർ അല്ല. ആ വീഡിയോസിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് ക്യാമറ കിടന്നിട്ട്. അന്നൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി വരുന്ന സമയത്ത് മലയാളത്തിൽ ഇതേപോലെ ആരും വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടില്ല. ആയിക്കോടി ടൂറിസത്തിൻ്റെ 2-3 വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ TV ഷോന്ന് ഇടയ്ക്കൊക്കെ ഈ കുക്കിങ്ങിൻ്റെ വീഡിയോസുകളൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇപ്പോഴേക്ക് ഞാൻ വീഡിയോ പിടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈപോഡുമേ ക്യാമറ വെച്ചിട്ടാണ് പിടിക്കുന്നത്. ഞാൻ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നതെല്ലാം ചെയ്യുന്നത്. അന്ന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എൻ്റെ അടുത്ത് ട്രൈപോഡൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് എനിക്ക് ഞാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കയ്യിൽ ക്യാമറ പിടിക്കും, മറ്റേ കൈ കൊണ്ടാണ് കറികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്യാമറയിൽ കിടന്നിട്ട് ഭയങ്കര ഷെയ്ക്കാവായിരുന്നു. അപ്പോൾ എൻ്റെ ചില പഴയ വീഡിയോസുകളൊക്കെ ഒരു 2-3 വീഡിയോസുകളൊക്കെ ഞാൻ പഴയതെടുത്ത് മാറ്റി കളഞ്ഞിട്ട് പുതിയ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ ഇതിൻ്റെ പഴയത് ഞാൻ എടുത്ത് മാറ്റണില്ല. ഞാൻ ഏറ്റവും ആദ്യം വിചാരിച്ചു പഴയ വീഡിയോ എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു അത് ഒരു ഓർമ്മയ്ക്കായിട്ട് അവിടെ കിടക്കട്ടെ, ഇതാണല്ലോ എൻ്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പഴയ വീഡിയോ ഞാൻ മാറ്റണില്ല, പഴയ വീഡിയോ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിയാണ് ഞാൻ ഏറ്റവും ആദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിച്ച ഒരു കറി. കല്യാണം കഴിയുന്ന സമയത്ത് എനിക്ക് ഈ കറി മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളായിരുന്നു. ഈ കറി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്ന് ചെന്നിട്ടും ഞാൻ ഈ സെയിം കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവർക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ അവിടുത്തെ അമ്മേൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തിരുന്നു ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. പിന്നെ എൻ്റെ മക്കളുടെ അടുത്ത് ചോദിച്ചാലും അമ്മ ഉണ്ടാക്കണ ഏത് കറിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ കറിയുടെ പേരെ പറയുള്ളൂ. അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കരുത്. അങ്ങനെ ഈ കഷ്ണങ്ങൾ കട്ട് ചെയ്യുന്നതിലുണ്ട് ഈ കറിക്ക് പ്രത്യേകത. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഭയങ്കര ചെറിയ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാമ്പാറിൽ കഷ്ണങ്ങൾ ഇടുന്ന പോലെ ഇരിക്കും. അപ്പോൾ 3 വലിയ ഉരുളക്കിഴങ്ങ് എടുക്കുക, എന്നിട്ട് അത് കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് മുട്ടയാണ്. അത് നിങ്ങൾക്ക് എത്ര മുട്ട കറിയിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് എത്ര മുട്ട വേണമെങ്കിലും ചേർക്കാം. പിന്നെ കറിയിലേക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഈ കറിയിലേക്ക് തേങ്ങാപ്പാൽ നന്നായിട്ട് വേണം. ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ട് പാലെടുത്തിട്ടുണ്ട്. അത് 1/4 പാല് കുറച്ചെടുക്കുക. പിന്നെ ബാക്കിയുള്ള തേങ്ങ പിഴിഞ്ഞിട്ട് 2/2 പാൽ എടുക്കുക. അതിവിടെ കറിക്ക് എന്തോരം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് 2/2 പാൽ എടുക്കുക. ഈ 2/2 പാലും 1/4 പാലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയിൽ നിന്ന് ഏറ്റവും ആദ്യം പിഴിഞ്ഞെടുക്കുന്ന പാലിനെയാണ് 1/4 പാൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം 1/4 പാൽ പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ തേങ്ങാപ്പീരയിലേക്ക് കുറച്ചും കൂടി അധികം വെള്ളം ചേർത്തിട്ട് രണ്ടാമത് പിഴിഞ്ഞെടുക്കുന്ന പാലാണ് 2/2 പാൽ. ഈ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മിയ കിച്ചൻ കോക്കനട്ട് മിൽക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തേങ്ങാപ്പാൽ എടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വേണ്ടത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സവോള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഈ സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ ചുവന്നുള്ളി എടുക്കുക. ചുവന്നുള്ളി ആയിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ ചുവന്നുള്ളി കിട്ടാത്തതുകൊണ്ടാണ് ചുവന്നുള്ളി എടുക്കാണ്ട് സവോള എടുത്തേക്കുന്നത്. ചുവന്നുള്ളി ആണെങ്കിൽ ഒരു 5 വലിയ ചുവന്നുള്ളി എടുക്കാം. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പിന്നെ കറിവേപ്പില. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി വേണം, മല്ലിപ്പൊടി വേണം, പിന്നെ മുളകിൻ്റെ പൊടി വേണം. ഈ മസാലപ്പൊടികളെല്ലാവരും ഞാനത് കറിയാക്കുന്ന സമയത്ത് കറിയിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് പറയും. അതെന്ത് കറി ഉണ്ടാക്കുമ്പോഴായിരുന്നാലും അത് ചേർക്കുന്ന സമയത്ത് ആയിരിക്കും അത് കൃത്യമായിട്ട് എനിക്ക് അതിൻ്റെ അളവ് പറയാൻ വേണ്ടിയിട്ട് പറ്റാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് നേരത്തെ പറയാത്തത്. പിന്നെ ഗരം മസാലയും വേണം. ഗരം മസാല ഒരുപാട് വേണ്ട, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി അല്ല ചേർക്കുന്നത്, വിനീഗറാണ് ചേർക്കുന്നത്. തക്കാളി ചേർക്കരുത്, വിനീഗർ തന്നെ ചേർക്കണം. പിന്നെ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സവോള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കുക. പിന്നെ ഉണക്കമുളക്, കറിവേപ്പില. അപ്പം നമുക്ക് നോക്കാം ഇതെനിക്ക് കറിയാക്കാന്ന്. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിൽ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഈ കുക്കറിൽ വെച്ചിട്ട് മുട്ട പുഴുങ്ങിയെടുക്കുന്നതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്റ്റീം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം മുഴുവനും പോയി കഴിഞ്ഞിട്ട് വേണം കുക്കർ തുറക്കാൻ വേണ്ടിയിട്ട്.
ചിലർ പറയാറുണ്ട് അവർ മുട്ട പുഴുങ്ങുന്ന സമയത്ത് മുട്ടയ്ക്ക് ചെറുതായിട്ട് യെല്ലോ കളർ വരുന്നുണ്ട്, അത് എന്തുകൊണ്ടാണ്? അതങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട നമ്മൾ കൂടുതൽ നേരിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ കളർ മാറിപ്പോവും. പിന്നെ രണ്ടാമത്തെ കാരണം എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുട്ട പുഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ വെള്ളത്തിൽ, ആ ചൂടുള്ള വെള്ളത്തിലും മുട്ട കൂടുതൽ നേരം ഇട്ട് വെക്കരുത്. കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് വിസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കർ തുറക്കുക, ആ ചൂടുള്ള വെള്ളത്തിൽ നിന്ന് ആ മുട്ട എടുത്ത് മാറ്റുക. അതേപോലെ ആ വെള്ളത്തിൽ മുട്ട കിടന്നിട്ടുണ്ടെങ്കിലും മുട്ടയുടെ കളർ മാറിപ്പോവും. അപ്പോൾ നിങ്ങൾ അതേപോലെ മുട്ട പുഴുങ്ങിയെടുക്കുക. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ട് ചൂടാക്കുക. നിങ്ങളുടെ അടുത്ത് മൺചട്ടി ഉണ്ടെങ്കിൽ ഈ കറി മൺചട്ടിയിൽ വെക്കുക, അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഈ കറി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്തേക്കുന്നത്. അതുകൂടെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ ഞാൻ കട്ട പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സവോളയും പച്ചമുളകും ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും ചേർക്കാം. ഈ സവോളയ്ക്ക് മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവണം. പിന്നെ ഈ കറിയിലേക്ക് നിങ്ങൾ ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് ചേർക്കുക. അത് എന്ത് കറി വയ്ക്കുമ്പോഴായിരുന്നാലും ഇഞ്ചിയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കാം. ഞാൻ എന്ത് കറി വയ്ക്കുമ്പോഴും ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചേർക്കും. പിന്നെ ഇഞ്ചി നമ്മൾ ചതച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലി പോലെ വിടർത്തിയിടണം, അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കും. ഇപ്പോൾ സവോളയൊക്കെ മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അത് നിങ്ങൾ കറി വെക്കുമ്പോൾ മൺചട്ടിയിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ സവോളയൊക്കെ മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൺചട്ടിയിലേക്കും ചൂട് നന്നായിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് തീ എങ്ങാനും കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മസാലപ്പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കാം. ഞാനിപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1.25 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ട് ആ മഞ്ഞളിൻ്റെ ആ പച്ച ടേസ്റ്റ് മാറണം, അല്ലെങ്കിൽ കറിക്ക് മഞ്ഞളിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ടീസ്പൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെറിയ സ്പൂണിനാണ് ടീസ്പൂൺ എന്ന് പറയുന്നത്, ഇതേപോലെ വലിയ സ്പൂണിനാണ് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ടീസ്പൂണിൽ ചേർക്കാം. ഇനി മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. ഈ മസാലപ്പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. അപ്പോൾ മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഈ കറിയിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടിയും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. അത് നിങ്ങൾ മല്ലിപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ മല്ലിപ്പൊടിക്ക് നിങ്ങൾക്ക് അത് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും, ഒട്ടും മല്ലിയുടെ ഒരു സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ മല്ലിയൊക്കെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ വാങ്ങിച്ച് വെച്ചിട്ട് കുറേശ്ശെ പൊടിച്ച് വയ്ക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ കറിയിലേക്ക് മല്ലിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും, കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. മല്ലിപ്പൊടി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. മല്ലി പോണതിന് മുമ്പ് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ എപ്പോഴും മല്ലിയൊക്കെയും ഫ്രഷായിട്ട് പൊടിച്ച് വെക്കും. കുറേശ്ശെ പൊടിച്ച് വെക്കും, എന്നിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചക്കൊക്കെ ഉപയോഗിക്കും. പക്ഷെ അങ്ങനെ പൊടിച്ച് കുറച്ച് ദിവസം വെച്ചിരുന്നിട്ടുണ്ടെങ്കിലും മല്ലിപ്പൊടിക്ക് നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ മസാലപ്പൊടികളെല്ലാവരും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഈ കറിയിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാൻ ഈ കറിയിലേക്ക് ഏറ്റവും ആദ്യം ചേർക്കുന്നത് 2-ാം പാലാണ് ചേർക്കുന്നത്. ഈ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഈ കറിയിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർക്കാം. ഞാനിവിടെ 3 വലിയ ഉരുളൻകിഴങ്ങാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അത് കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കറി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല തേങ്ങാപ്പാൽ വേണം. ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. അപ്പോഴായിരിക്കും ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ കറിയുടെ ഈ ഗ്രേവിക്ക് ഒട്ടും തിക്നെസ് കിട്ടില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഈ ഉരുളൻകിഴങ്ങ് ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേവണം. ഉരുളൻകിഴങ്ങ് നിങ്ങൾ സെപ്പറേറ്റ് കുക്കറിൽ വേവിച്ചിട്ട് ഈ കറിയിലേക്ക് ചേർക്കരുത്. അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഉരുളൻകിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് ഈ കറിയുടെ ടേസ്റ്റൊന്നും ശരിക്കും പിടിക്കില്ല. ഇതേപോലെ തേങ്ങാപ്പാലിൽ തന്നെ കിടന്നിട്ട് ഈ ഉരുളൻകിഴങ്ങ് വേവണം. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ നിങ്ങൾ എന്ത് കറിയിലും ചേർക്കുമ്പോൾ ഏറ്റവും ആദ്യം കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമതും ചേർത്താൽ മതി.
ഈ മൂടി വെച്ചിട്ട് ഈ കറി വേവിക്കുക. ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഈ ഉരുളൻകിഴങ്ങ് ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നന്നായിട്ട് വേവണം. ഈ മൂടി വെച്ചിട്ട് ഈ കറി വേവിച്ചെടുക്കുക. ഈ ഉരുളൻകിഴങ്ങ് ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നന്നായിട്ട് വേവണം. ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അതിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് ഈ കറിയിലേക്ക് ഒന്നാം പാല് ചേർക്കുന്നത്. അത് ചിലർ പറയാറുണ്ട്, അവർ ഇതേപോലെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കറി വെക്കുന്ന സമയത്ത് തേങ്ങാപ്പാൽ പിരിഞ്ഞ പോലെ വരണത്. തേങ്ങാപ്പാൽ പിരിഞ്ഞ പോലെ വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റാദ്യം ഒന്നാം പാലും രണ്ടാം പാലും തിരിച്ച് വെക്കണം. രണ്ട് ഏറ്റാദ്യം ഇതേപോലെ കഷ്ണങ്ങൾ എന്തെങ്കിലുമൊക്കെ വേവിക്കുമ്പോൾ രണ്ടാം പാലിൽ ഇട്ടിട്ട് വേണം ഈ ഇതേപോലെ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ തേങ്ങാപ്പാൽ കൂടുതൽ നേരം കിടന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാലിൻ്റെ ഉള്ളിൽ വെളിച്ചെണ്ണയുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ നല്ല തിക്കായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ നേരം കിടന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് വെളിച്ചെണ്ണ തിരിഞ്ഞു വരും. അങ്ങനെ വെളിച്ചെണ്ണ തിരിഞ്ഞു വരുമ്പോൾ ആ കറി നമുക്ക് പിരിഞ്ഞ പോലെ തോന്നും. അല്ലാണ്ട് അത് കറി പിരിയണതല്ല, ഈ തേങ്ങാപ്പാലിൽ നിന്നും വെളിച്ചെണ്ണ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കറി വെക്കുമ്പോൾ ഇതേപോലെ കൂടുതൽ നേരിട്ട് തിളപ്പിക്കേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം പാലും ഒന്നാം പാലും സെപ്പറേറ്റ് ആയിട്ട് എടുക്കും. എന്നിട്ട് രണ്ടാം പാലിൽ കഷ്ണങ്ങളിട്ട് വേവിക്കും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഒന്നാം പാല് ചേർക്കുന്നത്. അതാണ് ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി അധികം നേരിട്ട് തിളപ്പിക്കരുതെന്ന് പറയുന്നത്. കാരണം ഒന്നാം പാല് നല്ല തിക്കായിട്ടിരിക്കും. അപ്പോൾ അത് കൂടുതൽ നേരം തിളച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് പെട്ടെന്ന് വെളിച്ചെണ്ണ സെപ്പറേറ്റ് ആയിട്ട് വരും. കറി നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. പിന്നെ കറിയിലേക്ക് നിങ്ങൾ ആ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഏറ്റവും നമ്മൾ ചേർത്തത് രണ്ടാം പാലാണ്. രണ്ടാം പാല് കുറച്ച് വെള്ളം പോലെ എടുക്കണം, ഒരുപാട് തിക്കായിട്ട് എടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉരുളൻകിഴങ്ങ് ഇതിനകത്ത് കിടന്നിട്ടാണ് വേവണത്. അപ്പോൾ ഉരുളൻകിഴങ്ങ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ കറിയിൽ ഗ്രേവി വേണം, എന്നാൽ മാത്രമേ ഉരുളൻകിഴങ്ങ് ശരിക്കും വേവുള്ളൂ. അല്ലെങ്കിൽ കറി ഉരുളൻകിഴങ്ങ് വെന്ത് വന്നു കഴിയുമ്പോൾ ഈ കറിയുടെ ഗ്രേവി ഭയങ്കര തിക്കായി പോകും. അപ്പം അതനുസരിച്ചിട്ട് രണ്ടാം പാല് കുറച്ച് വെള്ളം പോലെ പിഴിഞ്ഞെടുക്കുക, ഒരുപാട് വെള്ളം ആവണ്ട. ഈ കറി മൂടി വയ്ക്കും. ഈ കറിയിൽ ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവിയും ചെറുതായിട്ട് തിക്കായിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കണം ഗ്രേവി, ഒരുപാട് തിക്കായിട്ട് ആവുകയും ചെയ്യരുത്, ഒരുപാട് വെള്ളം പോലെ ആവുകയും ചെയ്യരുത്. ഈ കറിയിലേക്ക് ഗരം മസാല ചേർക്കുക. ഗരം മസാല ഒരുപാട് ചേർക്കണ്ട, വളരെ കുറച്ച് ചേർത്താൽ മതി. അതുകൊണ്ട് ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണിൽ ഇത്രയ്ക്ക് ഗരം മസാലയും ചേർക്കുന്നത്. ഇതൊരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ഉണ്ടാവും. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ആദ്യം കുറച്ച് ചേർക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. ഇതിലേക്ക് ഒരുപാട് ഗരം മസാല ആവശ്യമില്ല, വളരെ കുറച്ച് ചെറുതായിട്ടൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം ചേർത്താൽ മതി. ഇനി കറിയിലേക്ക് വിനീഗർ ചേർക്കാം. വിനീഗറും നിങ്ങളുടെ കറിയുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഒന്നാം പാലും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് കറിക്ക് പുളി കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ വിനീഗർ രണ്ടാമതും നിങ്ങൾ ചേർക്കുക. ഈ കറിയിലേക്ക് ഒന്നാം പാല് ചേർക്കുക. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ നേരിട്ട് തിളപ്പിക്കേണ്ട. അത് നിങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂടുതൽ നേരിട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒന്നാം പാലിൽ നിന്ന് വെളിച്ചെണ്ണയ്ക്ക് പെട്ടെന്ന് തിരിഞ്ഞ് വരും. അപ്പോൾ ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞിട്ട് കറി ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഈ കറിയിലേക്ക് പുഴുങ്ങി വെച്ചേക്കണ മുട്ട ചേർക്കുക. ഇതിലേക്ക് പുഴുങ്ങി വെച്ചേക്കണ മുട്ട ചേർക്കുക. മുട്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ചേർക്കുക. ഞാനിവിടെ ഇതേപോലെ 2 കഷ്ണമായിട്ടാണ് ചേർക്കുന്നത്. ഞാൻ അതേപോലെയാണ് എപ്പോഴും ഈ കറിയിൽ ചേർക്കാറുള്ളത്. അപ്പോൾ മുട്ട മുഴുവനായിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മുഴുവനായിട്ട് ചേർക്കുക. അപ്പോൾ അതൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചേർക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മസാല ശരിക്കും പിടിക്കും. ഞാനിവിടെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഞാൻ വയ്ക്കുമ്പോൾ മുട്ട ഇതേപോലെ 2 പീസായിട്ട് ചേർക്കുന്നതാണ് ഇഷ്ടം. അപ്പോഴായിരിക്കും ഈ മുട്ടയുടെ ഈ ടേസ്റ്റും കൂടിയിട്ട് ഈ കറിയിലേക്ക് കിട്ടുക. അല്ലെങ്കിൽ സാധാരണ വേറെ മുട്ട റോസ്റ്റൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ മുട്ട മുഴുവനായിട്ടാണ് ചേർക്കാറ്. പിന്നെ ഈ കറിയിലേക്ക് നിങ്ങൾ വിനീഗർ ചേർക്കുമ്പോൾ ഒരുപാട് വിനീഗർ ചേർക്കരുത്. ഏറ്റവും 1 ടേബിൾ സ്പൂൺ ചേർക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമതും ചേർത്താൽ മതി. കറിക്ക് ഒരുപാട് പുളി കൂടിയിട്ടുണ്ടെങ്കിലും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി കറിയിലേക്ക് താളിച്ച് ചേർക്കാം. പിന്നെ മൺചട്ടി എപ്പോൾ വെക്കുമ്പോഴായിരുന്നാലും ഇതേപോലെ അടിയിൽ എന്തെങ്കിലും ഒരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ മൺകലത്തിൻ്റെ അടി പൊട്ടിപ്പോകും. അപ്പോൾ എന്ത് വെക്കുമ്പോഴും ഇതേപോലെ വെക്കാം. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഉണക്കമുളക് ഇടുക. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഉണക്കമുളക് ഇടുമ്പോൾ കരിഞ്ഞു പോകുന്നത്. അത് ഉണക്കമുളക് ഇട്ട വഴിക്ക് തന്നെ നിങ്ങൾ സവോള ചേർക്കുക. അപ്പോൾ സവോളയുടെ വെള്ളം കൊണ്ട് ഉണക്കമുളക് കരിഞ്ഞു പോകില്ല. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം.
ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഈ ഉണക്ക ഇപ്പോൾ സവോള അത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇപ്പോൾ താളിച്ച് ചേർക്കുന്നതിന് നല്ലൊരു സ്മെല്ലുണ്ടാവും. ഒരുപാട് ചേർക്കണ്ട, കുറച്ച് ചേർക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇങ്ങനത്തെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയണം. അപ്പോൾ സവോള ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി മൊരിയില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇങ്ങനത്തെ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇത് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഈ കറിയുടെ ടേസ്റ്റ് ഞാൻ പറയണില്ല, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. പിന്നെ ഈ റെസിപ്പി കാണുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ പോണ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ കൂട്ടി പറയാം. ഈ കറിയിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് വിനീഗറിന് പകരം തക്കാളി ചേർത്താൽ മതിയോന്ന് നിങ്ങളങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ കറിയിലേക്ക് നമ്മൾ വിനീഗർ തന്നെ ചേർക്കണം. വിനീഗറാണ് ആ കറിക്ക് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, വിനീഗർ തന്നെ ചേർത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം.